ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. ഒന്നല്ല കേട്ടോ, 5 ബോട്ടിലാട്ടാണ്. അതും എക്സലിൽ മാത്രമേ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എക്സൽസ് ആണ്. അപ്പോൾ എക്സൽസ് നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഓരോ എക്സൽസും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ക്യാൻഡിലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ലൈറ്ററിൻ്റെ അടുത്തോ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്തെടുക്കുക. ബേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, കൈയൊക്കെ പൊള്ളാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് എക്സൽസൊക്കെ നന്നായിട്ടൊന്ന് ബേൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ആ ഒരു എക്സൽസ് കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഡിസൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നോ പെയിൻ്റ് ആയിട്ടുള്ള നല്ലൊരു എക്സൽ ബോട്ടിലായിട്ട് നമ്മളിതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിലേക്ക് ഇങ്ങനെ വൈറ്റ് കളർ ബേസ് കോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആ ഒരു ബേൺ ചെയ്തതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിടാം, ഒന്ന് കണ്ടു നോക്കണേ. അത് ആ ബേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അയൺ ബോക്സിൻ്റെ ഒരു വയർ ഉണ്ടായിരുന്നല്ലോ, അത് പഴയ വയറാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ അഴിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഈ ഒരു ത്രെഡ് ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാറ്റേണൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം ആ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ എക്സൽസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പാറ്റേണിനനുസരിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സൽസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സലൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമുക്ക് നല്ല ലാഭമാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിടാം. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിലിന് ഒരു ആൻറ്റിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഷെയ്ഡ്സും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറും സിൽവർ കളറും അതുപോലെ കോപ്പർ കളറും. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എക്സൽ ആൻറ്റിക് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എക്സൽസ് ആണ്. അപ്പോൾ നമ്മൾ എക്സൽസ് നല്ലൊരു റോയൽ ബ്ലൂ കളർ വെച്ചിട്ടൊന്നിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേലെ ഭാഗത്ത് മാത്രം കേട്ടോ, അകത്തൊന്നും പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് ബോട്ടിലിൻ്റെ ഒരു 2 സൈഡിലായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെവിക്കോളൊന്നും അപ്ലൈ ചെയ്യേണ്ട, അതിൻ്റെ ഒരു ടിപ്പിൽ മാത്രം നമ്മൾ ചെറിയൊരു സെല്ലോ ടാപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് പിന്നീട് പറിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്കോൾ ആണ്. എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ എക്സൽ ഒന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ എക്സൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അധികം ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവാം. പിന്നെ നമ്മളൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ എക്സലിൽ ഇങ്ങനെ നീക്കിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുത്താം. അപ്പോൾ ആയിരിക്കും നല്ലൊരു മൊസൈക്ക് എഫക്റ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബോട്ടിലെ എല്ലാ ഭാഗത്തും ഒട്ടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിലും പിന്നെ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തുമായിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സലിലൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ സ്ട്രിപ്പ് ഒന്നിങ്ങനെ കീറിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബോട്ടിലിൻ്റെ ഒരു നടുക്ക് ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്കവിടെ ചെറിയൊരു ഡെക്കറേഷൻസ് കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ ഒന്നിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു സെയിം റോയൽ ബ്ലൂ കളർ തന്നെ വെച്ചിട്ട് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ജാപ്പാനീസ് ആർട്ടാണ്. അപ്പോൾ ജാപ്പാനീസിലെ ക്രോക്കറി ഐറ്റംസിലൊക്കെ ഇങ്ങനെ ഇതുപോലെ വൈറ്റിൽ ബ്ലൂ കളർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കാണുക. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഡിസൈനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ഒരു ഡിസൈന്, പിന്നെ അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു ഡിസൈൻ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വൈറ്റും ബ്ലൂ ആയപ്പോൾ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അല്ലേ കാണാനും. അങ്ങനെ എക്സൽ വെച്ചിട്ടുള്ള നമ്മളെ മൂന്നാമത്തെ ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാലാമത്തെ ഒരു എക്സൽ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അത് ഞാനൊരു നോ പെയിൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിലേക്ക് ബേസ് കോട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോ പെയിൻ്റ് ആയിട്ട് ബേസ് കോട്ടൊക്കെ അടിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക്
ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് എക്ഷൽസ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എക്ഷലിൽ ബോട്ടിലേക്ക് 2 രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അല്ലാതെ നമ്മൾ ബോട്ടിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ചൊരു വലിയൊരു പീസ് തന്നെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എക്ഷൽസ് ഇങ്ങനെ പൊട്ടുമല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് നീക്കി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എക്ഷൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ബോട്ടിൽ ബേസ് കോട്ട് അടിച്ചിട്ടാണ് ഈ എക്ഷൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എക്ഷലൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബോട്ടിലേക്ക് ഡെക്കോപേജ് ടിഷ്യൂ ആണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇത് അത്ര നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ഡെക്കോപേജ് ടിഷ്യൂ ഒന്നുമല്ല കേട്ടോ, കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഞാനിത് എറണാകുളത്ത് ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ കട്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും നമ്മളിങ്ങനെ സിസേഴ്സ് ഉപയോഗിക്കാതെ അങ്ങനെ കൈകൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് നനച്ചിട്ടോ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടാവാം. ഞാൻ ഈ ടിഷ്യൂ ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഫെവിക്കോൾ വാട്ടർ മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെക്കോപേജ് ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ചുളിവുകളില്ലാതെ ഒട്ടിക്കാൻ നോക്കുക, അപ്പോഴായിരിക്കും നല്ലൊരു ഭംഗി ഉണ്ടാവുക. നമ്മളതുപോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ടിഷ്യൂ തൊടരുത്, അങ്ങനെ ആകുന്ന സമയത്ത് അത് കീറിപ്പോവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കവറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ചുളിവുകളില്ലാതെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ എക്ഷൽ വെച്ചിട്ടുള്ള ഒരു 4ാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്ഷൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഡെക്കോപേജ് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാധാരണ ടൈപ്പ് എക്ഷലിൻ്റെതല്ല, ഇത് ക്വയിലേക്കിൻ്റെ ഷെല്ലാണ്. കാടമുട്ടയുടെ ഷെല്ലെന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതിൽ തന്നെ പ്രത്യേകിച്ച് ഒരു ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബോട്ടിലേക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് ഫെവിക്കോൾ വെച്ചിട്ട് ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിലും താഴെ ഭാഗത്തും ഞാൻ ഒട്ടിച്ചിട്ടില്ല, അവിടെ ഞാൻ ജൂട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജൂട്ട് ത്രെഡ് റോൾ ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ടും എക്ഷലിൽ മാത്രം ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൽ ചെറുതായിട്ടൊരു ഡെക്കറേഷൻസ് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ലീഫിൻ്റെ ഒരു ഇതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഗ് കാർട്ടൻസ് വെച്ചിട്ടൊരു കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു നോ പെയിൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്യാതെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ പെയിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ എക്ഷലിൽ വെച്ചിട്ടുള്ള 5 ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഒന്ന് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.